പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഇടുക്കിയിലെ ഒരു വനവാസി യുവാവിൻ്റെ അതിജീവനത്തിനായുള്ള ഒരു സമരം കണ്ടത്. അതിനെപ്പറ്റിയുള്ള തുടർ വാർത്തകളിലേക്കാണ്. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ വനം വകുപ്പ് വനവാസി യുവാവിൻ്റെ JCB പിടിച്ചെടുത്ത സംഭവത്തിൽ പിഴയായി ചുമത്തിയിരിക്കുന്നത് വെറും 700 രൂപ. റിസർവ് ഫോറസ്റ്റ് മേഖലയിൽ അതിക്രമിച്ചു കയറി മരം പിഴുതുമാറ്റി എന്നുള്ളതാണ് വനം വകുപ്പ് കേസായി ചുമത്തിയിരിക്കുന്നത്. 5 വർഷമായി കഞ്ഞിക്കുഴി സ്വദേശി അജീഷിൻ്റെ 30 ലക്ഷം രൂപ വില വരുന്ന JCB ആണ് പിടിച്ചിട്ടിരിക്കുന്നത്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, കഴിഞ്ഞ ദിവസം അജീഷ് ഇങ്ങനെയൊരു സമരം ചെയ്തു. ആ സമരത്തിൽ കൊടുത്ത ഉറപ്പ് ഉടൻ തന്നെ ചർച്ച നടത്തി ഈ JCB വിട്ടുകൊടുക്കാനുള്ള നടപടി സ്വീകരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം വിലയുള്ളൊരു ഉപകരണം, ഒരു വാഹനം അവിടെ പിടിച്ചെടുത്തിട്ട് ഇത്രകാലം തുരുമ്പ് കയറ്റിയതിൻ്റെ നഷ്ടപരിഹാരം കൂടി ഇവർ കൊടുക്കേണ്ടേ? സുബിൻ, തീർച്ചയായും അത്തരത്തിലാണ്. എന്തായാലും ചൊവ്വാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ആ ഒരു പ്രതീക്ഷയാണ് എന്തായാലും ഈ വനവാസി യുവാവായിട്ടുള്ള അജീഷ് ഉള്ളത്. ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശമാണ് ഈ പറഞ്ഞ റിസർവ് ഫോറസ്റ്റ് എന്ന് വനംവകുപ്പ് പറയുന്ന ഒരു സ്ഥലമാണിത്. പ്രധാനമായും പ്രധാനപ്പെട്ട പല റോഡുകൾ കടന്നു പോകുന്ന, തൊടുപുഴയെ ബന്ധിപ്പിക്കുന്ന വണ്ണപ്പുറം റോഡ് കടന്നു പോകുന്നു. അതോടൊപ്പം തന്നെ നിരവധി വീടുകളും ആരാധനാലയങ്ങളും ഒക്കെയുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. വനംവകുപ്പിന്റേതെന്ന് തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അത്തരത്തിൽ 2020 ഈ പണി നടത്തുന്നിടത്താണ് അദ്ദേഹത്തിന് ഈ മരങ്ങൾ പിഴുതു മാറ്റിയെന്ന് ആരോപിച്ചുകൊണ്ട് വനംവകുപ്പ് ഈ അജീഷിനെതിരെ കേസെടുക്കുന്നത്. അതിനുശേഷം കൃത്യം 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ JCB പിടിച്ചെടുക്കുന്ന അജീഷിനെതിരെ കേസെടുക്കുന്നത്. അതിനുശേഷം കൃത്യം 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ JCB പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം 5 വർഷം ഈ JCB തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ഈ ഫോറസ്റ്റ് ഓഫീസുകൾ ഇദ്ദേഹം കയറി ഇറങ്ങി പല ഉറപ്പുകളും ഇദ്ദേഹത്തിന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ അതെല്ലാം ഒരു ചതിയായിരുന്നുവെന്ന് അദ്ദേഹം പിന്നീടാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ വനംവകുപ്പിന്റെ വലിയ ഒരു ചതിക്ക് ഇരയായ വ്യക്തിയാണ് അജീഷ്. ഇപ്പോൾ നമുക്കിപ്പം ചേരുന്നുണ്ട്. വനംവകുപ്പിന്റെ ചതി, കഴിഞ്ഞ 5 വർഷം നീണ്ടുന്ന ഒരു ചതിയല്ലേ താങ്കൾ അനുഭവിക്കേണ്ടി വന്നത്? അതിന്റെ ഒരു പരിണത ഫലം ഇപ്പോഴും അനുഭവിക്കല്ലേ? ഇന്നല്ല അനുഭവിക്കുന്ന വനംവകുപ്പിന്റെ, ഞങ്ങൾ ഈ നാട്ടിൽ അനുഭവിക്കുന്നതിന്റെ ഒരു മറ്റേ അതിനെല്ലാം വിധിക്കപ്പെട്ടതാണ് ഞാൻ. ഈ തൊട്ട് താഴെ ഒരു പേർത്ര വലിക്കാൻ വേണ്ടി പോയതാ. അപ്പൊ അതിന്റെ പേരിൽ 1 വർഷം കഴിഞ്ഞിട്ട് വണ്ടി കൊണ്ട് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. 500 രൂപയ്ക്ക് വേണ്ടി. അവർ എന്തൊക്കെ ഏതറിയോ, എനിക്ക് നിയമപരം എനിക്കറിയില്ല. ഇവിടെ എല്ലാം വർക്ക് ചെയ്യേണ്ട, എല്ലാ വണ്ടിയും വർക്ക് ചെയ്യുന്നുണ്ട്. കാര്യം അതുകൊണ്ട് ഞാനും പോയി പണിതു. അവിടെ ചെന്ന് നോക്കി എനിക്ക് വനത്തെക്കുറിച്ച് എനിക്ക് അത്യാവശ്യം മറ്റേ ജനറേറ്റർ ഉണ്ട്, കാര്യം അത്രയും കാര്യങ്ങൾ അറിയാം. അതിൻ്റെ ഉള്ളിൽ ഞാൻ പണിത് ചെയ്ത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിയുമ്പോൾ ഒരു ഉദ്യോഗസ്ഥന്മാർ, അജീഷെ, നീ ഈ നാട്ടിൽ പണിയേണ്ട, നീ എനിക്ക് വണ്ടി വിട്ട് തന്നില്ലെങ്കിൽ നിന്നെ കൊണ്ട് നാളെ ഒരു വിധത്തിലും പണിയിപ്പിക്കത്തില്ല, നിനക്കൊരു 15 ദിവസം കഴിഞ്ഞ് വണ്ടി വിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി ആയതുകൊണ്ട് അത് എൻ്റെ വണ്ടി തന്നെ ആയതുകൊണ്ട് ഞാൻ കൊണ്ട് ഇട്ട് കൊടുത്തു. 5 വർഷമായി അനുഭവിക്കുകയാണെന്ന്. എനിക്കിവര് JG സന്തോഷം എന്ന് പറഞ്ഞ ആളെ കൊണ്ടുപോകണം. അത് JG സന്തോഷം എന്ന് പറഞ്ഞ ആള് അവിടെ ചേട്ടാ അങ്ങോട്ട് ക്യാമറ ഒന്ന് പിടിക്കാൻ പറയും. ആ നാളിൽ ഒരു സൈറ്റിൽ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പുള്ളി കള്ളം പറഞ്ഞ് വന്നിട്ട് നീ വണ്ടി പോടണം കിടന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന് ചെയ്തിട്ട് വണ്ടി കൊണ്ടു പറഞ്ഞ് അവിടെ ഞാൻ വണ്ടി കൊണ്ട് ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് 10 ദിവസം കഴിഞ്ഞിട്ട് വണ്ടി വിട്ടു എന്നൊക്കെ അവിടെ ആ JG സന്തോഷം പറഞ്ഞ ആളിനെ ഏതറിയോ, ആ പട്ടി എന്താ അറിയോ, പറമ്പോട്ടെ പുള്ളി എനിക്കിട്ട് വണ്ടി സർക്കാരിലെ കണ്ടു കെട്ടുന്ന ഓപ്പൺസം ഉണ്ടാക്കി. അവരുടെ പണി ഞാൻ ചെയ്തിട്ടില്ല. അത് ഒരു മനുഷ്യൻ്റെ പോലെ ഇന്ന് വരെ ഒരു പണി ചെയ്തില്ല. അറിയാതെ ചെറിയ ചുറ്റുപാട് നമുക്ക് ഉണ്ടാകാം, അറിഞ്ഞുകൊണ്ടൊരു പരിപാടി ചെയ്തില്ല. ഇവന്മാർ എനിക്കിട്ട് എന്തിനു വിളിച്ചാൽ പിന്നെ ഇതിനെ കറക്റ്റ് സപ്പോർട്ട് ചെയ്യാനായിട്ട് അന്നത്തെ സാറേ എനിക്ക് സംസാരിച്ച് വെക്കുണ്ട് ഡിലേ വരും. അന്നത്തെ 3 DFO ജോർജ് കുര്യൻ ആ പുള്ളി എന്നോട് പറഞ്ഞു, നീ കോടതി പോകാതിരിക്കുവാണെങ്കിൽ എനിക്ക് വണ്ടി വിട്ടു തന്നേക്കാന്ന് പറഞ്ഞു. അല്ല, അത് അവരുടെ വേറെ തന്ത്രം. ഈ വാല്യുവേഷൻ പേപ്പർ വന്നു കഴിയുമ്പോൾ എനിക്ക് വണ്ടി വിട്ടു തന്നേക്കാന്ന് പറഞ്ഞു. ഈ വാല്യുവേഷൻ പേപ്പർ തന്നിട്ട് എനിക്ക് വിട്ടു തന്നേക്കാന്ന് പറഞ്ഞിട്ട്
2022 ഏപ്രിൽ 12 അത് ബാലേന്ദ്രൻ സിനിമ ഉള്ളത് ഏപ്രിൽ 12. ആ ഏപ്രിൽ 12 എന്നെ വിളിച്ചിട്ട് ഏപ്രിൽ ഹോളാക്കി പുള്ളി. അപ്പോൾ പുള്ളി പറഞ്ഞപ്പോൾ സാറിന് പുള്ളി ചോദിച്ചു പറഞ്ഞറിയോ, നീ ഇത്രയും നാളായിട്ട് ഒരു CMB ഫയൽ ചെയ്തിട്ട് ഹൈക്കോടതി വണ്ടി എടുത്തില്ലേ ചോദിച്ചത്. ആ സാറിന് അന്നേരം അതായത് ഒരു DFO തന്നെയാണ്, ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസർ. ആ പുള്ളി എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ പറഞ്ഞ ഈ വാലുവേഷൻ പേപ്പർ വന്നു കഴിയുമ്പോൾ നിനക്ക് വണ്ടി ഞാൻ കുറഞ്ഞ തുകയ്ക്ക് വിട്ടു നടക്കുന്നത്. ആ വാക്ക് പറഞ്ഞ പട്ടി പറഞ്ഞതറിയോ, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അവനെ എന്നെ ഞാൻ പറയണ്ടേ, അവനെ ഞാൻ പറയുള്ളൂ. ഈ ചൊവ്വാഴ്ച നടക്കുന്ന ചർച്ചയിൽ വണ്ടി കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? എനിക്ക് പ്രതീക്ഷ ഇപ്പോഴത്തെ ഭരണത്തിലിരിക്കുന്ന വനമന്ത്രി നമ്മുടെ ഞാൻ VD സതീശന് മൊത്തം പറയില്ല, എനിക്ക് VD സാറിന് വനമന്ത്രിയിൽ വണ്ടിയിൽ വിട്ടുള്ള കാര്യം ചെയ്യുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അത്തരത്തിലാണ് എന്തായാലും ഈ ചൊവ്വാഴ്ച നടക്കുന്ന ചർച്ചയിൽ വണ്ടി വിട്ടുകിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വണ്ടി വിട്ടുകിട്ടുന്നതിൽ എന്തെങ്കിലും അതുതന്നെയാണ് സുബിൻ, പ്രശ്നം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, ഒരു വനവാസി യുവാവ്, അയാൾ നേരിടുന്ന നീതി നിഷേധത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഈ അധികാരഹുങ്ക് പല പാവപ്പെട്ട ആളുകളുടെ നേർക്കും പ്രയോഗിക്കുന്നത് കണ്ടതാണ്. അതിലേറ്റവും പുതിയ ഉദാഹരണമാണ് ഈ അജീഷ്.